നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. പാലിയേക്കര ടോൾ സമരക്കാരെ ലാത്തിച്ചാർജ് ചെയ്തതിലും അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ തീരദേശത്ത് ഭാഗികം. വലപ്പാട് ബീച്ചിൽ നിയന്ത്രണം തെറ്റിയ മത്സ്യബന്ധന ബോട്ട് കരയിലേക്ക് ഇടിച്ചുകയറി. ഇരിങ്ങാലക്കുടയിൽ സ്കോർപിയോ കാർ മോഷ്ടിക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പാലിയേക്കര ടോൾ സമരക്കാരെ ലാത്തിച്ചാർജ് ചെയ്തതിലും അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ തീരദേശത്ത് ഭാഗികം. വ്യാപാര സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും അടഞ്ഞുകിടന്നുവെങ്കിലും ദേശീയപാതയിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടില്ല. KSRTC ബസ്സുകളും ചില സ്വകാര്യ ബസ്സുകളും പതിവ് പോലെ സർവീസ് നടത്തി. ഹർത്താൽ അനുകൂലികൾ പലയിടത്തും പ്രകടനം നടത്തി. കയ്പമംഗലത്ത് നടന്ന പ്രകടനത്തിന് കാക്കര ബാലകൃഷ്ണൻ, PM ഉസ്മാൻ, ബഷീർ തൈവളപ്പിൽ, അജിത് കൃഷ്ണൻ, ആനന്ദൻ, TM ഹംസ, TM കൊച്ചു മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ബീച്ചിൽ നിയന്ത്രണം തെറ്റിയ മത്സ്യബന്ധന ബോട്ട് കരയിലേക്ക് ഇടിച്ചുകയറി. ഈ ബോട്ടിനെ കെട്ടിവലിക്കാനെത്തിയ മറ്റൊരു ബോട്ട് കൂറ്റൻ തിരമാലയിൽപ്പെട്ട് തകരുകയും ചെയ്തു. വ്യാഴാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. ചേറ്റുവയിൽ നിന്ന് 5 തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിനിറങ്ങിയ ഫാത്തിമ മാത എന്ന ബോട്ടാണ് പ്രൊപ്പല്ലറിൽ വല കുടുങ്ങി നിയന്ത്രണം തെറ്റി കരയിലേക്ക് ഇടിച്ചുകയറിയത്. ബോട്ടിനെ കടലിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുപോകുവാനെത്തിയ ഇന്ത്യൻ എന്ന ബോട്ട് കൂറ്റൻ തിരമാലയിൽപ്പെട്ട് മണൽത്തിട്ടയിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു. തിരമാലയിലിടിച്ച് ഈ ബോട്ടിന്റെ ഒരു ഭാഗം തകർന്നു. പിന്നീട് ചേറ്റുവയിൽ നിന്ന് മറ്റു ബോട്ടുകളെത്തി കെട്ടിവലിച്ച് ഫാത്തിമ മാതാ ബോട്ട് ഉച്ചയ്ക്ക് 12:30യോടെ കടലിലേക്ക് ഇറക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് വലപ്പാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇരിങ്ങാലക്കുടയിൽ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് KSE ലിമിറ്റഡിന് സമീപത്തെ പാടത്തെ പുല്ലിന് തീപിടിച്ചത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 100 ദിന കർമ്മ പരിപാടിയിലെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സുരക്ഷാ കിറ്റ് വിതരണം എന്ന പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. EMV വിമൽകുമാർ അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അംഗങ്ങളായ VR വിജയൻ, ലിജി നിതിൻ, KP സുഗദാസ്, PM സിദ്ദിഖ്, VD സന്ദീപ്, KS പ്രസാദ് എന്നിവരും സംസാരിച്ചു. ചന്ദ്രാപിന്നി വെളമ്പത്ത് ഭഗവതി വിഷ്ണുമായ ക്ഷേത്രോത്സവം ഫെബ്രുവരി 15, 16 തീയതികളിൽ നടക്കും. 15-ന് പുലർച്ചെ പ്രഭാത പൂജ, 11 മണിക്ക് കലശാഭിഷേകം, രാത്രി 10 മണിക്ക് കളമെഴുത്തും പാട്ടും, 16-ാം തീയതി രാവിലെ 9 മണിക്ക് ശീവേലി, 11 മണിക്ക് മധ്യാഹ്ന പൂജ, 12 മണിക്ക് വിഷ്ണുമായ ക്ഷേത്രത്തിൽ പറയെടുപ്പ്, വൈകിട്ട് 3 മണിക്ക് പകൽപൂരം, 5 മണിക്ക് പറ വഴിപാടുകൾ, രാത്രി 8 മണിക്ക് തായമ്പക എന്നിവയാണ് പ്രധാന പരിപാടികൾ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.